ഗുഡ് ആഫ്റ്റർനൂൺ. ഇതുവരെയുള്ള സമഗ്രമായ വാർത്തകൾ വിശദമായി വിശകലനം ചെയ്യുന്ന ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ആലപ്പുഴയിൽ ബി.ജെ.പി. നേതാവ് രൺജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളും കുറ്റക്കാർ. പോപ്പുലർ ഫ്രണ്ട് SDPI പ്രവർത്തകരായ 15 പേരാണ് പ്രതികൾ. 1 മുതൽ 8 വരെയുള്ള പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു. മുഴുവൻ പ്രതികളും ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തി. തിങ്കളാഴ്ച ശിക്ഷ വിധിക്കും. പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് രൺജിത്ത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷ, മാതാവ് വിനോദിനി എന്നിവർ പ്രതികരിച്ചു. വിവരങ്ങളുമായി മനീഷ് മഹിപാലാണ് ചേരുന്നത് ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ കേസിൽ എല്ലാ പ്രതികളും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്? അതേപോലെ തന്നെ ഈ രൺജിത്ത് ശ്രീനിവാസന്റെ കുടുംബത്തിന്റെ പ്രതികരണം എങ്ങനെയായിരുന്നു? ക്രിസ്റ്റീന, കേസിലാകെ 31 പ്രതികളാണുള്ളത്. ഈ 31 പ്രതികളിൽ വിചാരണ നേരിട്ടത് 15 പ്രതികളാണ്. മറ്റ് 16ഓളം അല്ലെങ്കിൽ അതിലധികമുള്ള പ്രതികളൊക്കെ തന്നെ ഇവർക്ക് സിം കൊടുത്തത്, ഇവർക്ക് വാഹനം വാടകയ്ക്ക് നൽകിയത്, ഇവരെ രക്ഷിക്കാൻ അല്ലെങ്കിൽ ഒളിവിൽ താമസിക്കാൻ സഹായിച്ചവരാണ്. അവർ ഈ 15 പേരിൽ പെടുന്നില്ല. ഈ നിലവിൽ വിചാരണ നേരിട്ട 15 പേരും കുറ്റക്കാരാണെന്ന് കോടതി നിസ്സംശയം, അതായത് കോടതിക്ക് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. പ്രോസിക്യൂഷൻ അത്തരത്തിലുള്ള വാദങ്ങൾ നിരത്തിയതൊക്കെ തന്നെ കോടതിക്ക് ഇവർ കുറ്റക്കാരാണെന്നുള്ള തെളിവുകൾ സമർപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ പ്രോസിക്യൂഷൻ നിരത്തിയിട്ടുള്ള ഏറ്റവും ചില തെളിവുകളാണ്. അതായത് 2021 ഫെബ്രുവരി മാസത്തിൽ വയലാർ സ്വദേശിയായ യുവമോർച്ച പ്രവർത്തകൻ യദുകൃഷ്ണൻ കൊല്ലപ്പെടുന്നതിനോടുകൂടിയാണ് ഇത്തരത്തിലുള്ള കൊലപാതക പരമ്പരകൾ തുടങ്ങുന്നത്. ആ സമയത്ത് യുവമോർച്ച പ്രവർത്തകൻ കൊല്ലപ്പെടുന്ന സമയത്ത് തന്നെ SDPI പ്രവർത്തകർ ആരെങ്കിലും കൊല്ലപ്പെടുമോ, അല്ലെങ്കിൽ തങ്ങൾ ആരെങ്കിലും ആക്രമിക്കപ്പെടുമോ, അങ്ങനെയാണെങ്കിൽ ഒരു പ്രതികാര നടപടി എന്ന രീതിയിൽ ഒരു ഹിറ്റ് ലിസ്റ്റ് ആ സമയത്ത് തന്നെ പോപ്പുലർ ഫ്രണ്ട് അല്ലെങ്കിൽ SDPI ആ സമയത്ത് ഉണ്ടാക്കി വെച്ചിരുന്നു. ആ ഹിറ്റ് ലിസ്റ്റിൽ ആദ്യത്തെ ആൾ രൺജിത്ത് ശ്രീനിവാസനായിരുന്നു. പക്ഷേ അങ്ങനെയാണ് 2021 ഡിസംബർ മാസം 18-ാം തീയതി രാത്രി SDPIയുടെ സംസ്ഥാന സെക്രട്ടറി KS ഷാൻ വളരെ അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്നത്. പിന്നീട് ഷാൻ്റെ കൊലപാതകത്തോടു കൂടിയാണ് പ്രതികാരം എന്നോണം SDPI പ്രവർത്തകർ രൺജിത്ത് ശ്രീനിവാസനെ ലക്ഷ്യം വെക്കുകയും അന്ന് രാത്രി തന്നെ രൺജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്താൻ വേണ്ടി എത്തുകയും, പക്ഷേ അനുകൂലമല്ലാത്ത സാഹചര്യം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് രാവിലെ പുലർച്ചെ 6:30 തന്നെ വീട്ടിലെത്തി കൊലപാതകം നടത്തുന്നത്. ഇതിലൊക്കെ തന്നെ കൃത്യമായ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഗൂഢാലോചന നടത്തിയത്, ഹിറ്റ് ലിസ്റ്റ് 3-ാം പ്രതി അനൂപിൻ്റെ ഭാര്യയുടെ വീട്ടിൽ നിന്നും അനൂപിൻ്റെ ഫോൺ അവിടെ നിന്നാണ് കണ്ടെടുത്തത്. ആ ഫോണിൽ നിന്നും ഹിറ്റ് ലിസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ, ഇവരവിടേക്ക് എത്താനുള്ള ഗൂഗിൾ മാപ്പിൻ്റെ സഹായത്തോടെ തയ്യാറാക്കിയ റൂട്ട് മാപ്പുകൾ, ഒപ്പം തന്നെ വീടിനകത്ത് നിന്ന് കിട്ടിയ ഫിംഗർ പ്രിൻറ്റുകൾ, CCTV ദൃശ്യങ്ങൾ, മറ്റ് ഡിജിറ്റൽ തെളിവുകളൊക്കെ തന്നെ കേസിൽ വളരെ നിർണായകമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 156 സാക്ഷികൾ ഈ കേസിലുണ്ട്. അതിൽ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അതായത് ഇവർ കൃത്യം നടത്തിയതിനു ശേഷം ആലപ്പുഴയിൽ തന്നെ അമ്പലപ്പുഴ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി ഓട്ടോറിക്ഷയിൽ കയറാൻ വേണ്ടി ചോദിച്ച ഓട്ടോറിക്ഷക്കാർ, ഒപ്പം തന്നെ സമീപത്തുള്ള അയൽവാസികൾ, ജനപ്രതിനിധികൾ, മറ്റ് ജുഡീഷ്യൽ ഉദ്യോഗസ്ഥർ തുടങ്ങിയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയിട്ടുള്ള 156ഓളം സാക്ഷികൾ, 100-ൽ പരം തൊണ്ടിമുദ്രകൾ, ഒപ്പം തന്നെ 6000-ഓളം പേജുകളുള്ള മൊഴി പകർപ്പാണ് ഈ വിധി പ്രസ്താവനത്തിന് മുൻപ് ഈ കേസിൻ്റെ വിചാരണ ഘട്ടത്തിൽ എഴുതി ചേർക്കപ്പെട്ടത്. അത്തരത്തിൽ വളരെ നിർണായകമായി കൃത്യമായി ഇഴകീറി മുറിച്ച വലിയ വാദങ്ങളും പ്രതിവാദങ്ങളും കോടതിയിൽ നടന്നു. 9 മാസം ഈ വാദം തുടർന്നു. 6 മാസം കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചു. അങ്ങനെ വളരെ വിശദമായി തന്നെ കോടതി ഈ കേസ് പഠിച്ചു. പ്രതിഭാഗത്തിന് വേണ്ടി ആദ്യഘട്ടത്തിൽ അഭിഭാഷകരൊക്കെ തന്നെ ഹാജരാകാൻ വിമുഖത കാണിച്ചിരുന്നു. കാരണം ആലപ്പുഴ ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട കോടതിയായ ആലപ്പുഴ കോടതിയിലെ അഭിഭാഷകനായിരുന്നു രൺജിത്ത് ശ്രീനിവാസൻ. അതുകൊണ്ട് തന്നെ പല അഭിഭാഷകരും അതിനോടുള്ള വിയോജിപ്പ് കാരണം പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തന്നെ പ്രതിഭാഗത്തിന് വേണ്ടി ഡിഫൻസിൻ്റെ പക്ഷത്ത് നിൽക്കാൻ താല്പര്യപ്പെട്ടിരുന്നില്ല. പിന്നീട് ഇത് ജില്ലയ്ക്ക് വെളിയിലേക്ക് കൊണ്ടുപോകണം, ഈ കേസ് കൊണ്ടുപോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ പ്രതികൾ സമീപിച്ചെങ്കിലും പിന്നീട് ഹൈക്കോടതി അത് ജില്ലയിൽ തന്നെയുള്ള മാവേലിക്കര കോടതിയിലേക്ക് മാറ്റാമെന്ന് പറഞ്ഞു. പക്ഷേ ഇതിനെതിരെയും പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചു. പക്ഷേ ഹൈക്കോടതിയുടെ അധീനതയിലുള്ള വിഷയമായതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടില്ല. പിന്നീടാണ് ഇവർക്ക് വേണ്ടി വളരെ കാലതാമസം നേരിട്ടുകൊണ്ടാണ് പിന്നീട് പ്രതിഭാഗത്തിന് ഒരു അഭിഭാഷകൻ ലഭിച്ചതും. പിന്നീട് വിചാരണ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ആരംഭിച്ച് കഴിഞ്ഞ മാസത്തോടു കൂടി തന്നെ വിചാരണ പൂർത്തിയായി. ഇന്ന് അതിൻ്റെ വിധി വന്നതും ഇനി അടുത്ത ദിവസം ഏറെ നിർണായകമായിട്ടുള്ള, അതായത് മറ്റന്നാൾ 22-ാം തീയതി ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കോടതി ആരായും. ചിലപ്പോൾ ആ ദിവസം തന്നെ ശിക്ഷാവിധി ഉണ്ടായിരിക്കില്ല. പരമാവധി പ്രതികൾക്ക് ഇളവുകൾ നൽകണം, ആനുകൂല്യങ്ങൾ നൽകണം എന്ന ഭാഗമായിരിക്കും പ്രതിഭാഗം ഉന്നയിക്കുക. പക്ഷേ ഇന്ന് തന്നെ കോടതിയിൽ പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു
പറയുന്നു അതിദാരുണമായ കൊലപാതകമാണ്. ഒരു അമ്മയുടെയും ഭാര്യയുടെയും മകളുടെയും മുൻപിലിട്ട് 56 വെട്ടാണ്, അതായത് 56 മുറിവ് ശരീരത്തുണ്ട്. അത്രയ്ക്കും അതിദാരുണമായ കൊലപാതകമാണ്. വീടിനുള്ളിലേക്ക് അകത്ത് കയറിയാണ് 8 പ്രതികൾക്ക് കൊലപാതകം നടത്തിയത്. ആ 8 പ്രതികളാണ് നിലവിൽ കൊലപാതകം നടത്തിയെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതും ഇവർക്കെതിരെയാണ് കൊലക്കുറ്റം ചുമത്തിയിട്ടുള്ളത്. 302 ഇവർക്കെതിരെയാണ് ചുമത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ വീടിൻ്റെ മുൻപിൽ ഇവർക്ക് സഹായമായി നിന്നിട്ടുള്ള 4 പേർ പിന്നീട് ഇവർക്ക് ഗൂഢാലോചന നടത്താൻ വേണ്ടിയിട്ട്, ഇവരെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട്, ഇവരെ ഒളിവിൽ പാർപ്പിക്കാനൊക്കെ തന്നെ സഹായിച്ചിട്ടുള്ള 13, 14, 15 പ്രതികൾ, അങ്ങനെ 15 പേരും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഏറെ നിർണായകമാകുന്നത് ഇത്തരത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള, കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതക പരമ്പരയിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ എന്ത് ശിക്ഷാവിധിയായിരിക്കും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി 1 എന്ത് തരം വിധിയായിരിക്കും പുറപ്പെടുവിക്കുക അല്ലെങ്കിൽ പ്രസ്താവിക്കുക എന്നാണ് നമുക്ക് നോക്കിക്കാണേണ്ടത്. ക്രിസ്റ്റീന. ശരി, രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലപാതക കേസിൽ കോടതി വിധി, ശിക്ഷാവിധി തിങ്കളാഴ്ച. വിവരങ്ങൾ നൽകുകയായിരുന്നു മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന്. ചിന്നക്കനാലിലെ റിസോർട്ടുമായി ബന്ധപ്പെട്ട പരാതിയിൽ മാത്യു കുഴൽനാടൻ MLAയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. തൊടുപുഴയിലെ വിജിലൻസ് ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ. അന്വേഷണത്തോട് സഹകരിക്കുമെന്നും അധികാരം കൊണ്ട് അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചാൽ നേരിടുമെന്നും മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. ഗവൺമെൻറ് അന്വേഷിക്കുന്നത് ഞാൻ സ്വാഗതം ചെയ്യാണ്. പക്ഷേ ഉള്ളി തിങ് ഇതൊരു ഹറാസ്മെൻറ്റിനോ അതല്ലെങ്കിൽ നമ്മളെ ഇകഴ്ത്തുന്ന അല്ലെങ്കിൽ പൊതുജന സമൂഹത്തിൽ സംശയത്തിൻ്റെ പുകമറ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് അല്ലെങ്കിൽ അത് ഞാൻ അനുവദിക്കില്ല. സോ ഐ വിൽ കോപ്പറേറ്റ് വിത്ത് ഫുൾ ഹാർട്ട്. സത്യസന്ധമായും വളരെ ആത്മാർത്ഥമായും അന്വേഷണത്തോടെ ഞാൻ സഹകരിക്കും. പക്ഷേ അത് ഒരു 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 സമൂഹത്തിന് മുമ്പിൽ പുകമറ സൃഷ്ടിക്കാനും അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി വേട്ടയാടാനുമാണെങ്കിൽ ഞാൻ രാഷ്ട്രീയപരമായി നിയമപരമായി തന്നെ അത് പ്രതിരോധിക്കേണ്ടതായിട്ട് വരും. മാത്യു കുഴൽനാടൻ വസ്തു വാങ്ങിയതിലും നികുതി അടച്ചതിലും ക്രമക്കേടുണ്ടെന്ന് ആരോപിച്ച് CPIM എറണാകുളം ജില്ലാ സെക്രട്ടറി CN മോഹനനാണ് പരാതി നൽകിയത്. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നത് വിഷ്ണു സുരേഷാണ്. വിഷ്ണു, മാത്യു കുഴൽനാടൻ MLA ചോദ്യം ചെയ്യുന്നു, എന്നാൽ ഇതൊരു രാഷ്ട്രീയമായ വേട്ടയാടലാണ് എന്നാണ് തുടക്കം മുതൽ തന്നെ അദ്ദേഹം പറയുന്നത്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഇത് പരാതി നൽകിയത് എറണാകുളം CPIM ജില്ലാ സെക്രട്ടറിയാണ് താനും. എങ്ങനെയാണ് ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക്? ക്രിസ്റ്റീന, ഏകദേശം 2 മണിക്കൂറോളമാണ് മാത്യു കുഴൽനാടനെ തൊടുപുഴ DYSP ഓഫീസിൽ മൊഴിയെടുക്കാനായി അല്ലെങ്കിൽ ചോദ്യം ചെയ്യലിനായി വിളിച്ചു വരുത്തിയത്. പ്രധാനമായും വിജിലൻസിന്റെ കണ്ടെത്തലുകൾ ഇങ്ങനെയാണ്. മാത്യു ഈ ചിന്നക്കനാലിലെ ഭൂമിയിൽ സർക്കാർ പുറമ്പോക്ക് കയ്യേറി മതിൽ നിർമ്മിച്ചിട്ടുണ്ട്. 50 സെന്റ് ഭൂമി കയ്യേറിയെന്നാണ് വിജിലൻസ് പറയുന്നത്. ഒപ്പം ഭൂമി രജിസ്ട്രേഷനിലും ക്രമക്കേട് നടത്തിയിട്ടുണ്ട്. 1000 ചതുരശ്ര അടി വരുന്ന കെട്ടിടം ആ ഭൂമിയിൽ ഉള്ളത് മറച്ചു വെച്ചു എന്നുള്ളതും വിജിലൻസ് പറയുന്നു. ഒപ്പം ഈ ഭൂമി മിച്ചഭൂമി കേസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂമിയാണ്. അതുമായി ബന്ധപ്പെട്ട ഉള്ള വിവരം തനിക്കില്ലായിരുന്നു എന്ന് മാത്യു പറയുന്നു. ഒപ്പം ഈ ആധാരത്തിൽ രജിസ്ട്രേഷൻ സമയത്ത് 1.95 കോടിയാണ് കാണിച്ചിരുന്നത്. എന്നാൽ മാത്യുവിന്റെ സത്യവാങ്മൂലത്തിൽ ഈ ഭൂമിയുടെ വില 3 കോടിയായി കാണിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ കേന്ദ്രീകരിച്ചാണ്, ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മാത്യുവിനെ ഇന്ന് മൊഴിയെടുക്കാൻ വിളിച്ചു വരുത്തിയത്. കൃത്യമായ മറുപടി താൻ എല്ലാ വിഷയത്തിലും നൽകിയെന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഭൂമിയിൽ സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മാത്യു മറുപടി പറഞ്ഞത്, ഒരു തരത്തിലുള്ള അളക്കൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് താൻ നടത്തിയിട്ടില്ല. തന്റെ അടുത്ത സുഹൃത്തിന്റെ പക്കൽ നിന്നാണ് ഭൂമി വാങ്ങിയത്. അതുകൊണ്ട് ഒരു അളക്കൽ നടന്നിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ സർക്കാർ ഭൂമി ഈ തന്റെ ഭൂമിയോടൊപ്പം ചേർന്നിട്ടുണ്ടെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ വിജിലൻസിന് അംഗീകാരം അല്ലെങ്കിൽ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതവർ ചെയ്തോട്ടെ എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു കെട്ടിടം, ഇവിടെ 3 കെട്ടിടങ്ങളിൽ ഒന്ന് 1000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടമാണ്. പക്ഷേ ആ കെട്ടിടം ഈ രജിസ്ട്രേഷൻ സമയത്ത് കാണിച്ചില്ല എന്ന് വിജിലൻസ് പറയുന്നു. അതിന് മാത്യു നൽകിയ മറുപടി, അതൊരു പഴയ കെട്ടിടമാണ്, അതിന് ഏതെങ്കിലും തരത്തിൽ കാണിക്കണം ഒരു സാഹചര്യമുണ്ട് എന്ന് അന്ന് നിയമോപദേശം ലഭിച്ചില്ലായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് കാണിക്കാതിരുന്നത് എന്ന് മാത്യു വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം ഈ പോക്കുവരവ് അല്ലെങ്കിൽ മിച്ചഭൂമി കേസിലാണ് അകപ്പെട്ട ഭൂമിയാണോ എന്ന് അറിയില്ലായിരുന്നു എന്ന് മാത്യുവിനോട് ചോദിച്ചു. കാരണം മാത്യു ഈ ഇടുക്കിയിലെ എല്ലാം ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം കോടതിയിൽ ഉൾപ്പെടെ ഇടപെടുന്ന ഒരാളാണ്. അയാൾക്ക് ഇത്തരത്തിലൊരു ഭൂമി പ്രശ്നത്തിൽ നിൽക്കുന്ന ഭൂമിയെക്കുറിച്ച് അവബോധമില്ലായിരുന്നു എന്ന് വിജിലൻസ് ചോദിച്ചപ്പോൾ മാത്യു വ്യക്തമാക്കിയത്, ഈ ഭൂമി പോക്കുവരവ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കരമടച്ച റെസീറ്റ് ഉൾപ്പെടെ കാര്യങ്ങളുണ്ട്. അത്തരത്തിൽ കേസിൽ കിടക്കുന്ന ഒരു ഭൂമിയാണെങ്കിൽ എങ്ങനെയാണ് കരമടച്ച റെസീറ്റോ അല്ലെങ്കിൽ പോക്കുവരവ് ചെയ്യാൻ സാധിക്കുക എന്നൊരു മറു ചോദ്യമാണ് മാത്യു മുന്നോട്ട് വെച്ചത്. വിജിലൻസിന്റെ കണ്ടെത്തലുകൾക്ക് കൃത്യമായ മറുപടി താൻ നൽകിയിട്ടുണ്ട്. ഈ അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കും. ഒരു തരത്തിലുള്ള പിന്നോട്ട് പോക്കും തന്റെ ഭാഗത്തുണ്ടായില്ല. പക്ഷേ രാഷ്ട്രീയ പ്രേരിതമായി ഈ കേസിനെ ഉപയോഗിക്കാൻ സർക്കാരും CPIM ശ്രമിച്ചാൽ അതിനെ താൻ രാഷ്ട്രീയമായും നിയമപരമായി നേരിടും എന്ന് മാത്യു പറയുന്നുണ്ട്. ഒപ്പം മാത്യുവിന്റെ കോതമംഗലത്തെ വീട്, ഈ വിജിലൻസിന്റെ അന്വേഷണ വകുപ്പിന്റെ ഭാഗമായി കോതമംഗലത്തെ വീട്ടിൽ ചില കയ്യേറ്റങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അളന്നിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യവും വിജിലൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല
സാധ്യതയില്ല എന്നും മാത്യു വ്യക്തമാക്കുന്നു. ഈ കേസിൽ ഇനി തുടരന്വേഷണം നടക്കും. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഒരുപക്ഷെ 2 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ തന്നെ സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും മാത്യു കുഴൽനാടനുമായി ബന്ധപ്പെട്ട റിസോർട്ട് വിവാദത്തിൽ കേസ് എടുക്കണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ക്രിസ്റ്റീന. ശരി, വിജിലൻസ് കണ്ടെത്തലുകളുണ്ട്. മാത്യു കുഴൽനാടൻ MLA ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു സുരേഷാണ് ഇടുക്കിയിൽ നിന്ന്. മറ്റൊരു വാർത്ത വരുന്നത് അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂരിനെതിരായ കേസ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി അവസാനിപ്പിച്ചു എന്ന വാർത്തയാണ്. ജഡ്ജിമാർക്കെന്ന പേരിൽ കോഴ വാങ്ങിയെന്ന ആരോപണത്തിലായിരുന്നു കേസ്. ആ കേസ് ഇപ്പോൾ കോടതി അവസാനിപ്പിച്ചിരിക്കുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക്. കേന്ദ്ര സർക്കാർ നയങ്ങളിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങല അല്പസമയത്തിനകം 20 ലക്ഷത്തിലധികം പേർ കണ്ണികളാകുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത്. 4:30-ക്കാണ് ട്രയൽ റൺ. രാജ്ഭവന് മുന്നിൽ പൊതുയോഗവും നിശ്ചയിച്ചിട്ടുണ്ട്. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നുവെന്ന് ആരോപിച്ചാണ് സമരം. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ പ്രധാനമന്ത്രി ഇടപെട്ടെന്ന റിപ്പോർട്ടേഴ്സ് കളക്ടീവിന്റെ വെളിപ്പെടുത്തൽ ഗൗരവതരമെന്ന് A. റഹീം MP പറഞ്ഞു. ഡിവൈഎഫ്ഐ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്ന പ്രക്ഷോഭത്തിന് പരിപൂർണമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ്. രാജ്യത്തിൻ്റെ തന്നെ ചരിത്രത്തിലെ അസാധാരണമായ ഒരു സമരമായി സഖാവ് പിണറായിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കാൻ പോകുന്ന സമരം മാറും. ആ സമരത്തിന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ കമ്മിറ്റി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടേഴ്സ് കളക്ടീവിൻ്റെ ഈ നികുതി വിഹിതം സംബന്ധിച്ച് പുറത്തു വന്നിരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഭരണഘടനാവിരുദ്ധമായ ഇടപെടൽ സംബന്ധിച്ചുള്ള സ്ഥിരീകരണം അങ്ങേയറ്റം ഞെട്ടിപ്പിക്കുന്നതാണ്. രാജ്യത്ത് ആശങ്കയുണർത്തുന്ന കാര്യമാണ്. അതിനെതിരെ സമഗ്രമായ അന്വേഷണം വേണം. വാർത്തയുടെ വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പയും അലക്സ് റാം മുഹമ്മദും ചേരുകയാണ്. ആദ്യം അലക്സ് റാം മുഹമ്മദിലേക്ക്. അലക്സ്, തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിൽ നിന്ന് ഉള്ള വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അവിടെ ഒരു പൊതുയോഗം കൂടി സംഘടിപ്പിച്ചിട്ടുണ്ടല്ലോ. 20 ലക്ഷത്തിലേറെ പേർ സംസ്ഥാന വ്യാപകമായി മനുഷ്യച്ചങ്ങലയിൽ അണിചേരും എന്ന് പറയുന്നു. അവിടെ എങ്ങനെയാണ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്? പങ്കാളിത്തം എങ്ങനെയാണ്? കൃഷ്ണ, ഇനിയും സഹിക്കണോ ഈ കേന്ദ്ര അവഗണന എന്നാണ് ഡിവൈഎഫ്ഐയുടെ ഈ മനുഷ്യച്ചങ്ങലയുടെ മുദ്രാവാക്യം തന്നെ. നമ്മൾ പറഞ്ഞതുപോലെ ഏതാണ് 4 മണി 4:30 മണിയോടുകൂടി മനുഷ്യച്ചങ്ങലയുടെ ട്രയൽ റൺ നടക്കും. അത് കാസർഗോഡ് റെയിൽവേ സ്റ്റേഷൻ മുതൽ 651 കിലോമീറ്റർ ദൂരം വരുന്ന ഈ രാജ്ഭവന് മുന്നിൽ ഒരുക്കിയിരിക്കുന്ന ഈ പ്രത്യേക വേദിക്ക് അടുത്തുവരെയാണ് ആ മനുഷ്യച്ചങ്ങല നീളുക എന്നുള്ളതാണ്. ഈ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് A. റഹീം ഈ മനുഷ്യച്ചങ്ങലയുടെ ആദ്യ കണ്ണിയാകും. ഇതിന്റെ അവസാന കണ്ണിയാകുക ഡിവൈഎഫ്ഐയുടെ പ്രഥമ അഖിലേന്ത്യാ പ്രസിഡന്റും LDF കൺവീനറുമായ EP ജയരാജനാണ്. ഡിവൈഎഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു CPMന്റെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ ഈ രാജ്ഭവൻ മുന്നിൽ നടക്കുന്ന പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കും. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ഭാരവാഹികൾ അടക്കമുള്ള നേതാക്കൾ, പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ, ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സെക്രട്ടറി അടക്കമുള്ളവർ ഈ വേദിയിലായിരിക്കും പങ്കെടുക്കുക. ആ വേദിയുടെ ഒരുക്കമാണ് ഈ ഘട്ടത്തിൽ ഇവിടെ പുരോഗമിക്കുന്നത്. തൊട്ടടുത്ത റോഡുകളിൽ വാഹനങ്ങൾ, ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകരെ കൊണ്ടുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാം. വലിയ മുന്നൊരുക്കം ഇതിനോടനുബന്ധിച്ച് ഡിവൈഎഫ്ഐ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ 2 മാസമായി മനുഷ്യച്ചങ്ങലയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ നടത്തുകയായിരുന്നു. യൂണിറ്റ് തലം മുതലുള്ള പ്രവർത്തനങ്ങൾ സംഘാടക സമിതികൾ വിളിച്ചു ചേർത്ത് അതിന് മറ്റു മുന്നൊരുക്കങ്ങൾ, പ്രചാരണ പരിപാടികളൊക്കെ നടത്തുകയായിരുന്നു. അങ്ങനെ നാടെങ്ങും ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളും ബാനറുകളും ഒക്കെ ഉയർത്താൻ ഡിവൈഎഫ്ഐക്ക് സാധിച്ചിട്ടുണ്ട്. 10 ലക്ഷം യുവതി യുവാക്കളെ ഈ സമരത്തിൽ മനുഷ്യച്ചങ്ങലയിൽ അവർ അണിനിരത്തും. അതുമാത്രമല്ല, സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള വിവിധ മേഖലകളിലുള്ള മറ്റുള്ളവർ, അങ്ങനെ 20 ലക്ഷത്തോളം പേരെ ഈ മനുഷ്യച്ചങ്ങലയിൽ ഭാഗമാക്കും എന്നാണ് ഡിവൈഎഫ്ഐ അവകാശപ്പെടുന്നത്. ഇതിൽ പ്രധാനമായി പറയുന്നത് ഈ കേരളത്തോടുള്ള സാമ്പത്തിക ഉപരോധം, കേന്ദ്ര സർക്കാർ നടത്തുന്ന സാമ്പത്തിക ഉപരോധം, ഒപ്പം റെയിൽവേ യാത്രയുമായി ബന്ധപ്പെട്ട് കേരളത്തോടുള്ള അവഗണന, അത്തരത്തിൽ റെയിൽവേ യാത്രാ ദുരിതത്തിനെതിരെ കേന്ദ്ര നടത്തുന്ന നിയമന നിരോധനത്തിനെതിരെ, അതായത് തൊഴിലില്ലായ്മ രാജ്യത്ത് രൂക്ഷമായി നിൽക്കുന്നു, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല, നിയമന നിരോധനമാണ് രാജ്യത്ത് നടത്തുന്നത്. അത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഈ സമരം സംഘടിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനമായ പൊളിറ്റിക്കൽ ആംഗിൾ കൂടിയുണ്ട് ക്രിസ്റ്റീന എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കേന്ദ്രത്തിനെതിരെ ഒരു തുറന്ന പോർമുഖം സംസ്ഥാന സർക്കാർ തുറക്കുന്നു. നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ നടത്തുന്ന ഈ സാമ്പത്തിക ഉപരോധം, സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നതാണ് കേന്ദ്രത്തിന്റെ നടപടിക്കെതിരെ. മാത്രമല്ല, പാർലമെന്റിലേക്ക് ഫെബ്രുവരി മാസത്തിൽ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു. അതിന് മുന്നോടിയായി ഈ പ്രചരണം കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഡിവൈഎഫ്ഐ ഉദ്ദേശിക്കുന്നത്. അത് കൃത്യമായി അവർക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അവർ പറയുന്നത് ഏതാണ്ട് 23,691 യൂണിറ്റുകൾ അവർക്ക് കേരളത്തിലെമ്പാടുമായി ഉണ്ട്. ആ യൂണിറ്റുകൾ മാസങ്ങൾക്ക് മുമ്പേ നടത്തിയ പ്രചാരണ പ്രവർത്തനം, ആ പ്രചാരണ പ്രവർത്തനത്തിന്റെ ഫലമായിരിക്കും, അന്തിമ ഫലമായിരിക്കും ഇവിടെ ഉണ്ടാകുക. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് 50 കിലോമീറ്റർ ആയിരിക്കും ഈ മനുഷ്യച്ചങ്ങല നീളുക. ഏതാണ്ട്
ജില്ലാ അതിർത്തിയായ കടമ്പാട്ടുകോണത്ത് നിന്ന് ആരംഭിച്ച് ഈ മനുഷ്യച്ചങ്ങല അവസാനിക്കുന്ന ഈ രാജ്ഭവന്റെ മുന്നിൽ വരെ ഏതാണ്ട് 50 കിലോമീറ്ററിൽ പ്രവർത്തകർ മനുഷ്യച്ചങ്ങലയിൽ ഈ ചങ്ങലയിൽ അണിനിരക്കും എന്നുള്ളതാണ്. ഇപ്പോൾ മേയർ ഡിവൈഎഫ്ഐ നേതാവും കൂടിയ ആര്യ രാജേന്ദ്രൻ നമുക്കിപ്പോൾ ഉണ്ട്. മേയർ, എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രവർത്തനം? ജില്ലയിൽ നിന്ന് എത്രത്തോളം പങ്കാളിത്തം പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്? ഈ നമ്മൾ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു ഡിവൈഎഫ്ഐക്ക് ഈ കാലയളവിൽ എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും ഇന്നിപ്പോ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രയാസം അനുഭവിക്കുന്നത് 3 മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് സംസ്ഥാന വ്യാപകമായി ഡിവൈഎഫ്ഐ ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളം പോലൊരു സംസ്ഥാനത്ത്, പ്രത്യേകിച്ചും ജനങ്ങൾക്ക് ഇത്രയും അധികം ജനക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനം നടത്തുന്ന കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട ഭാഗം. അത് കേന്ദ്ര സർക്കാർ ബോധപൂർവമായി ഇവിടുത്തെ ജനങ്ങളെ, ഇവിടുത്തെ സർക്കാരിലെ ബുദ്ധിമുട്ടിലാക്കുക എന്ന നയം അവർ സ്വീകരിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഭാഗം. മറ്റൊന്ന് തൊഴിലില്ലായ്മ എന്ന് പറയുന്നൊരു ഭാഗം തന്നെയാണ്. അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം രാജ്യത്തെ ബിജെപിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രം ഏതാണ്ട് 25,000-ഓളം വരുന്ന യുവജനങ്ങൾ തൊഴിലില്ലായ്മ കാരണം തന്നെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്ക് പറയുന്നത്. അതിൽ യഥാർത്ഥ കണക്കുകൾ ശരിക്കും കേന്ദ്ര സർക്കാർ തന്നെ പുറത്തുവിടുന്നില്ല എന്നുള്ള വാദമൊക്കെ നടക്കുമ്പോഴും 25,000-ത്തിലധികം വരുന്ന ആളുകൾ ഈ കാരണം കൊണ്ട് തന്നെ മരണപ്പെട്ടിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, റെയിൽവേ സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ച് റെയിൽവേ മേഖലയിൽ നമുക്ക് തരുന്ന ഏറ്റവും വലിയ അവഗണന തന്നെയാണ്. കേരയിൽ പോലൊരു പദ്ധതി വരുമ്പോൾ തീർച്ചയായും അതിനെ തിരസ്കരിക്കുകയും അതിനെ അംഗീകരിക്കാതിരിക്കുകയും ബഡ്ജറ്റിൽ പല ഘട്ടങ്ങളിലായി കേരളത്തിൽ ആവശ്യമായ റെയിൽവേക്ക് വേണ്ടിയിട്ടുള്ള പരിഗണന തരാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേരളത്തിനോടുള്ള കടുത്ത ഒരു അവഗണന തന്നെയാണ് എന്ന് ഡിവൈഎഫ്ഐ ഈ കാലഘട്ടത്തിൽ മനസ്സിലാക്കുകയും കേരളത്തിലെ ജനങ്ങളെ ആകെ തന്നെ ക്യാമ്പയിന്റെ ഭാഗമാക്കി പലയിടങ്ങളിലും കേരളത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾ കഴിഞ്ഞ ദിവസം തന്നെ ഗോവിന്ദ മാസ്റ്റർ തന്നെ പറഞ്ഞു, വർഗീയവാദികളല്ലാത്ത, വർഗീയത പരത്താത്ത ആർക്ക് വേണമെങ്കിലും ഇതിന്റെ ഭാഗമാകാമെന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ നാനാഭാഗത്തു നിന്നും എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടൊരു സമരം ഏറ്റെടുക്കാൻ ഡിവൈഎഫ്ഐ തീർച്ചയായും സജ്ജരാണ്. 1 ലക്ഷത്തിൽ പരം വരുന്ന ആളുകൾ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം പങ്കെടുക്കും. 20 ലക്ഷത്തോളം വരുന്ന ആളുകൾ സംസ്ഥാന വ്യാപകമായി ഈ മനുഷ്യച്ചങ്ങലയുടെ ഭാഗമായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നന്ദി മേയർ. അത്തരത്തിൽ മേയറാണ് പ്രതികരിച്ചത്. എന്താണെങ്കിലും വലിയ പ്രക്ഷോഭം അവരെ സംബന്ധിച്ച വലിയ രീതിയിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. ഇതിലെ പങ്കാളിത്തം ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ഷിജു ഖാനാണ്. നമ്മുടെ പങ്കാളിത്തം എത്രമാത്രം ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട്, എത്ര പ്രവർത്തകർ പങ്കെടുക്കും എന്നുള്ളതിന്റെ ഒരു ധാരണയുണ്ടോ? ഇവിടെ തിരുവനന്തപുരത്ത് രാജ്ഭവൻ മുതൽ കടമ്പാട്ടുകോണം കൊല്ല അതിർത്തി വരെയുള്ള പ്രദേശങ്ങളിലൂടെ, ദേശീയപാതയിലൂടെയാണ് 1 ലക്ഷം യുവജനങ്ങൾ ഈ പരിപാടിയുടെ ഭാഗമായി അണിചേരും. അതിനു പുറമെ ബഹുജനങ്ങൾ ഈ പരിപാടിക്ക് പിന്തുണയുമായി എത്തിച്ചേരും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇവിടെ ജില്ലയിൽ 19 കേന്ദ്രങ്ങളിൽ പൊതുയോഗം സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ അതിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. കാസർഗോഡ് നിന്ന് അരുൺ പൂപ്പറമ്പ് കൂടി ചേരുകയാണ്. അരുൺ, 4:30-ക്ക് ട്രയൽ റൺ സജ്ജീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ട്രയൽ റണ്ണിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായോ? അതേപോലെ തന്നെ കാസർഗോഡ് നിന്നുള്ള ജനപങ്കാളിത്തം എത്രത്തോളമാണ്? ക്രിസ്റ്റീന, കൃത്യം 4:30-ക്ക് തന്നെ ഇതിന്റെ ട്രയൽ റൺ ആരംഭിക്കും. അതിനുശേഷം കൃത്യം 5 മണിയോടെ തന്നെ മനുഷ്യച്ചങ്ങല കണ്ണുചേരും. നേരത്തെ അലക്സ്റാം മുഹമ്മദ് സൂചിപ്പിച്ചതുപോലെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാനത്തെ സംഘടനാ ശേഷി ആകെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു വലിയ സമര മുന്നേറ്റമാണ് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര അവഗണന, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വലിയ രാഷ്ട്രീയ പ്രതിരോധം എന്ന നിലക്ക് അതിനെ വികസിപ്പിച്ചു കൊണ്ടുവരുവാൻ ഡിവൈഎഫ്ഐക്ക് സാധിച്ചിട്ടുണ്ട്. നേരത്തെ 1 മാസം മുമ്പ് തന്നെ ഇതിന്റെ മുന്നൊരുക്കങ്ങൾ, സജ്ജീകരണ പ്രവർത്തനങ്ങൾ, യൂണിറ്റ് തലത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ, മേഖലാതലത്തിൽ ജാഥകൾ ഉൾപ്പെടെ സംഘടിപ്പിച്ച് സംഘടനാ ശേഷി ആകെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഡിവൈഎഫ്ഐ ഇതിൽ നടത്തിയത്. സംസ്ഥാനത്താകെ 10 ലക്ഷം യുവജനങ്ങൾ, അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾ ഉൾപ്പെടെ 20 ലക്ഷം പേർ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയ ഒരു ജനകീയ മുന്നേറ്റം, ഒരു സമര മുന്നേറ്റം എന്ന നിലക്കാണ് ഡിവൈഎഫ്ഐ ഇതിനെ കാണുന്നത്. എന്തായാലും ഇതിന്റെ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. നേരത്തെ തന്നെ ഇതിന്റെ ആദ്യ കണ്ണി ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം ആയിരിക്കും കാസർഗോഡ്. അതിനുശേഷം ഇവിടെ പൊതുയോഗം ഉൾപ്പെടെ, പൊതുപരിപാടി ഉൾപ്പെടെ ഉണ്ടാകും. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികൾ ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് നമ്മോടൊപ്പം ചേരുകയാണ്. എന്താ ഇവിടുത്തെ കാസർഗോട്ടെ മുന്നൊരുക്കങ്ങൾ? സമരത്തിന്റെ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ് ഈ സമരത്തിന്റെ ആദ്യ കണ്ണിയായി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ അണിനിരക്കുന്നത്. നമ്മുടെ ജില്ലയിൽ മറ്റു പ്രധാനപ്പെട്ട പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും കലാ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തുള്ള എല്ലാ പ്രഗത്ഭരും കാലിക്കടവ് ജില്ലാതിർത്തി വരെ നമ്മുടെ ജില്ലയിൽ ഈ സമരത്തിന്റെ ഭാഗമാവുകയാണ്. നമ്മളിവിടെ 46.4 കിലോമീറ്റർ ദൂരമാണ് ജില്ലയിൽ സമരത്തിന്റെ ഭാഗമായി അണിനിരക്കുന്നത്. 1 ലക്ഷം ആളുകൾ അണിനിരത്താൻ ആവശ്യമായ ചിട്ടയാർന്ന സംഘടനാ പ്രവർത്തനമാണ് 1.5 മാസക്കാലമായി നടക്കുന്നത്. സംഘപരിവാര ഭരണകൂടത്തിനുള്ള താക്കീതായി ഈ സമരം മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.
ാണ് എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. 4:30 ട്രയൽ, അത് 5 മണിക്ക് തന്നെ കൃത്യം മനുഷ്യച്ചങ്ങല കണ്ണുചേരും. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടെന്നാണ് ഡിവൈഎഫ്ഐ ഭാരവാഹികൾ ഉൾപ്പെടെ അറിയിക്കുന്നത്. എ റഹീം ഇവിടുത്തെ ആദ്യ കണ്ണിയായി അണിചേരും. ശരി, അരുൺ പൂപ്പറമ്പയാണ് കാസർഗോഡ് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യച്ചങ്ങല അത് കേന്ദ്ര സർക്കാർ നികുതി വിഹിതം നൽകുന്നില്ല, കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ച് ആ അവഗണനയ്ക്കെതിരെയാണ് ഡിവൈഎഫ്ഐ മനുഷ്യച്ചങ്ങല സംഘടിപ്പിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരെ. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് അലക്സ്ര മുഹമ്മദാണ്. കാസർഗോഡ് നിന്ന് അരുൺ പൂപ്പറമ്പയും. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾക്ക് നിർദ്ദേശവുമായി വാർത്താ പ്രക്ഷേപണ മന്ത്രാലയം. തെറ്റായതോ വിദ്വേഷം പരത്തുന്നതോ ആയ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചാൽ കർശന നടപടിയെടുക്കുമെന്നാണ് മുന്നറിയിപ്പ്. അതേസമയം അയോധ്യയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചവർക്ക് മാത്രമാണ് ഇന്നു മുതൽ അയോധ്യയിലേക്ക് പ്രവേശനം. പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള സുരക്ഷാ പരിശോധനയ്ക്കിടെ ഖലിസ്ഥാൻ ബന്ധമുള്ള 3 പേർ പിടിയിലായി. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രസാദം എന്ന പേരിൽ മധുര പലഹാരങ്ങൾ വിൽപ്പന നടത്തിയതിന് ആമസോണിന് കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രാലയം നോട്ടീസ് അയച്ചു. അയോധ്യയിൽ നിന്ന് എസ് വിജയകുമാറും രാധാകൃഷ്ണനും ചേരുന്നു. ആദ്യം എസ് വിജയകുമാറിലേക്ക്. വിജയകുമാർ, ഈ ചടങ്ങുകൾ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ, ഏത് രീതിയിലാണ് അവിടെ ഉള്ള ചടങ്ങുകൾക്കായുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നത്? ക്രിസ്ത്യന, അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്കുള്ള അതിന് അനുബന്ധമായ ചടങ്ങുകളാണ് ഇപ്പോൾ ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഗർഭഗൃഹം വൃത്തിയാക്കുക അല്ലെങ്കിൽ ഗർഭഗൃഹം ശുചിയാക്കുക എന്നതായിരുന്നു ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താന്ത്രിക വിധി പ്രകാരമുള്ള ഒരു ചടങ്ങ്. അത് പൂർത്തിയായി കഴിഞ്ഞാൽ അതിനനുബന്ധമായ മറ്റ് ചടങ്ങുകൾ നടക്കും. നാളെയോടെ രാംലല്ലയുമായി പ്രതിഷ്ഠാ വിഗ്രഹവുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചടങ്ങുകൾ നാളെ ബാക്കിയുണ്ട്. മറ്റന്നാളത്തെ ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ചെയ്തു തീർക്കേണ്ട അത്തരം ചില വിധിപ്രകാരം എന്ന് വെച്ചാൽ താന്ത്രിക വിധിപ്രകാരമുള്ള പൂജാകർമ്മങ്ങളാണ് ബാക്കിയുള്ളത്. അത് അതിന്റെ മുറ പോലെ നടക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ ആളുകളുടെ, അതായത് ഈ പ്രദേശത്തേക്ക്, ഈ മേഖലയിലേക്ക്, അയോധ്യ നഗരത്തിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി എത്തുകയാണ്. അധികൃതർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിലും അല്ലെ അധികൃതർ കരുതിയതിനപ്പുറത്തേക്കുള്ള ഒരു ജനക്കൂട്ടം, ഒരു ജനപ്രവാഹം ഇവിടേക്ക് ഉണ്ടാകുന്നുണ്ട് എന്നതാണ് ഈ ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ചയും വിവരവും. അയോധ്യയിൽ ഇത്രയും ആളുകൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാവുന്നത് ഒഴിവാക്കാൻ വേണ്ടി നേരത്തെ ചില അഭ്യർത്ഥനകൾ അധികൃതരുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടായിരുന്നുവെങ്കിലും പക്ഷെ അത് ഫലം കണ്ടിട്ടില്ല എന്ന് വേണം കരുതാൻ. ദൃശ്യങ്ങളിൽ കാണാം എന്ന് ഞാൻ കരുതുന്നു. ആളുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി ഇവിടേക്ക് എത്തുകയാണ്. ഇതൊക്കെ പലരും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയ ആളുകളാണ്. പല സന്യാസ വിഭാഗങ്ങളുടെയും ആശ്രമം അല്ലെ മഠം, അവിടുന്ന് എത്തുന്ന ആൾക്കൂട്ടം, അവരുടെ കൂടെ വരുന്നത് ഒരു വലിയ സഞ്ചയമാണ്. അത് ഒരു വലിയ ആൾക്കൂട്ടമാണ്. തീർത്ഥാടക സംഘമായി വലിയ ബസ്സുകളിലും ഒക്കെയായി അവരിങ്ങനെ വരികയാണ്. ഒന്നിലധികം ബസ്സുകളിലൊക്കെയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങനെ ഇവിടേക്ക് എത്തുന്നത്. അത് ഈ നഗരത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള ആൾക്കൂട്ടം ഇവിടെ എത്തുന്നുണ്ട്. ഇവിടെ താമസിക്കാൻ എത്തുന്നവർക്കൊക്കെ മുറികളോ ഒന്നുമില്ല. വലിയ തണുപ്പാണ്. ഇന്ന് രാവിലെ 4 ഡിഗ്രി ആയിരുന്നു, പിന്നീട് അത് 9 ഡിഗ്രിയായി, ഒന്ന് മെച്ചപ്പെട്ടു. വൈകുന്നേരം ഉച്ച കഴിഞ്ഞപ്പോഴേക്ക് അത് വീണ്ടും ഏതാണ്ടൊരു 6 ഡിഗ്രി 5 ഡിഗ്രിയിലേക്ക് താഴ്ന്നിട്ടുണ്ട്. അങ്ങനെ വലിയ കടും ശൈത്യം ആണ്. അതിനിടയിലും ആളുകൾ ഇവിടെ എത്തുന്നുണ്ട്. അവർക്ക് താമസിക്കാൻ വേണ്ടത്ര മുറികൾ ഇവിടെ ഈ ഘട്ടത്തിലില്ല. കാരണം ഇവിടെ ഇതിനോടകം തന്നെ നേരത്തെ തന്നെ അതൊക്കെ ബുക്ക് ചെയ്തു പോയിരുന്നു. അപ്പോൾ അതൊക്കെ കരുതിക്കൊണ്ടാണ് ഇവിടേക്ക് ആള് പരമാവധി ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം എന്ന നിർദ്ദേശം ഉയർന്നത്. പക്ഷെ അത് പാലിക്കാൻ കഴിയുന്നില്ല. ആൾക്കൂട്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കനത്ത സുരക്ഷയുടെ കാര്യത്തിൽ ഒരു 3 ടയർ 3 നിരയായിട്ടുള്ള സുരക്ഷയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അത് ഉത്തർപ്രദേശ് പോലീസിലെ ഒരു പ്രത്യേക വിഭാഗത്തിനാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവർക്ക് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് NSG കമാൻഡോസ് ആണ് അവരെ പരിശീലിപ്പിച്ചത്. ആ കമാൻഡോസിന്റെ തലത്തിലുള്ള പരിശീലനം ലഭിച്ചവരായതുകൊണ്ട് തന്നെ അവരുടെ വിന്യാസമടക്കമുള്ള കാര്യങ്ങളിൽ വലിയ രഹസ്യ സ്വഭാവം പുലർത്തുന്നുണ്ട്. അതിനിടെയാണ് ഈ 3 ഖലിസ്ഥാൻവാദികളെ ഇവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. അതിനുശേഷം കുറെ കൂടി കടുത്ത സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ നഗരമാകെ വലിയ തോതിൽ അലങ്കരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. വൈദ്യുത ദീപാലങ്കാരങ്ങളൊക്കെ ആകാം. കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും അത്തരം അലങ്കാരങ്ങളൊക്കെ കാണാം. എല്ലായിടത്തും ഭജനകളും ഒക്കെയായി പോവുകയാണ്. ചുരുക്കത്തിൽ ഒരു ഉത്സവ അന്തരീക്ഷം എല്ലാ തരത്തിലും അയോധ്യയിലുണ്ട്. പ്രധാനമന്ത്രി നാളെയോ മറ്റന്നാളോ എത്തും. മറ്റന്നാളാണോ നാളെയാണോ എന്നതിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. മറ്റ് VVIPകളൊക്കെ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ വലിയ സ്വീകരണമൊക്കെ ഒരുക്കുന്നുണ്ട്. ഏതായാലും അയോധ്യയിലെ
രാമക്ഷേത്ര പ്രതിഷ്ഠയോട് അനുബന്ധിച്ചുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നു. രാഷ്ട്രീയ വിവാദങ്ങളുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ചടങ്ങിലേക്ക് ആരൊക്കെ പങ്കെടുക്കും, ഏതൊക്കെ പാർട്ടികളിലെ നേതാക്കൾ ക്ഷണിക്കപ്പെട്ടവരൊക്കെ പങ്കെടുക്കും എന്നതൊക്കെയോട് ഇപ്പോൾ കൗതുകമായി തുടരുകയാണ്. ഉത്തർപ്രദേശ് കോൺഗ്രസ് നേതാക്കൾ ഏതായാലും അതിൽ പങ്കെടുക്കുമെന്ന് അവരുടെ മുൻ നിലപാട് മാറ്റിയിട്ടില്ല. അവരെ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നതാണ് കോൺഗ്രസിന്റെയും ഇപ്പോഴത്തെ നിലപാട്. അവർ പാർട്ടി വിടുമോ എന്നൊരു ആശങ്കയൊക്കെ കോൺഗ്രസിനുള്ളതുകൊണ്ട് അവരെ കൂടുതൽ പ്രകോപിപ്പിക്കാതെ അങ്ങനെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകുന്നില്ല. BJP നേതാക്കൾ ഈ വിഷയത്തിൽ രാഷ്ട്രീയ പ്രതികരണങ്ങൾ പാടില്ല, ഇതൊരു മതപരമായ ചടങ്ങ് എന്ന നിലയിൽ അതിനെ കാണണം, അതിനപ്പുറത്തേക്ക് അതിൽ അനാവശ്യ രാഷ്ട്രീയം ആരെങ്കിലും കലർത്തേണ്ടതില്ല എന്നതാണ് BJPയുടെയും നിലപാട്. അതുകൊണ്ട് തന്നെ BJPയുടെ മുൻനിര നേതാക്കളൊക്കെ ഏതെങ്കിലും പ്രതികരണങ്ങൾക്ക് ഇപ്പോൾ തയ്യാറാകുന്നുമില്ല. ഏതായാലും അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. വലിയ തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്, കൃഷ്ണ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ. ശരി, ആർ രാധാകൃഷ്ണൻ കൂടി ചേരുകയാണ്. ആർക്കെ ഈ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഒട്ടും സംഘടിതമല്ലാത്ത ഒരു വിഭാഗം ആൾക്കാരാണ്, ഒരു കൂട്ടം ആൾക്കാരാണ് അവിടെ എത്തിച്ചേരുന്നത്. അയോധ്യ എന്ന നഗരത്തിന് ഉൾക്കൊള്ളാനാകുന്നതിലുമേറെ ആൾക്കാർ അവിടെ എത്തിച്ചേരുന്നുണ്ട്. പലർക്കും താമസ സൗകര്യങ്ങൾ പോലും ലഭിക്കുന്നില്ല എന്ന വാർത്തയുണ്ട്. ഇതിനിടയിൽ തന്നെ 1 ലക്ഷം കോടി രൂപയുടെ ബിസിനസ്സും അവിടെ നടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഇടയിൽ സുരക്ഷാ പ്രശ്നങ്ങളും വലിയതാണല്ലോ, ഇത്രയും അസംഘടിതമായ ഒരു ജനസമൂഹം അവിടെ വരുമ്പോൾ. അപ്പോൾ ഏത് രീതിയിലാണ് ഇവിടെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നത്? മറ്റൊന്ന്, കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം കൃത്യമായ ചില മാർഗനിർദ്ദേശങ്ങളും മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ക്രിസ്റ്റിന ചോദിച്ച രണ്ടാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതാകും ഈ ഘട്ടത്തിൽ ഉചിതം. ഞാൻ ഇപ്പോൾ ഉള്ളത് അയോധ്യയിലെ ഈ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വലിയ സൗകര്യങ്ങൾ ഈ മാധ്യമങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട് ഉത്തർപ്രദേശ് സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും നേതൃത്വത്തിൽ. അങ്ങനെയുള്ള മീഡിയ സെന്ററിലാണ് ഞാനുള്ളത്. ഈ മീഡിയ സെന്ററിന്റെ പ്രവർത്തനം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. നാളെ അടക്കമുള്ള ദിവസങ്ങളിൽ ഈ മീഡിയ സെന്ററിൽ കൂടുതൽ സൗകര്യങ്ങൾ എത്തും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അത്യാധുനികമായിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാ മാധ്യമങ്ങൾക്കും ഉള്ള സ്പേസ് അടക്കം നൽകിക്കൊണ്ടുള്ള ഒരു സൗകര്യമാണ് ഇപ്പോൾ ഈ അയോധ്യയിൽ ഒരുക്കിയിരിക്കുന്നത്. അയോധ്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. നിലവിലുള്ള സാഹചര്യത്തിൽ ഇത്ര പ്രത്യേകിച്ച് മറ്റ് വലിയ നിയന്ത്രണങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അയോധ്യയിൽ ഏറ്റവും ശക്തമാകുന്ന രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി നിൽക്കുന്നതോടെ മാധ്യമങ്ങളെ സംബന്ധിച്ച് ചില ദൃശ്യങ്ങളൊക്കെ നൽകുന്നതിന് ഉൾപ്പെടെ വാർത്തകൾ ഒക്കെ ശേഖരിക്കുന്നതിനുൾപ്പെടെ യാത്ര ചെയ്യുന്നതിനൊക്കെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനെയൊക്കെ നേരിടാൻ തക്കുന്ന പാകത്തിലാണ് ഈ മീഡിയ സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. അത്യാധുനികമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ലഭ്യമാകുന്ന വിധത്തിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. അതിനു തുല്യമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ മാർഗനിർദ്ദേശങ്ങൾ, കേന്ദ്ര പ്രക്ഷേപണകാര്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നത്. ആ മാർഗനിർദ്ദേശം പറയുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില വിവരങ്ങൾ, വാർത്തകൾ എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രചരണങ്ങൾ ഒരു സാഹചര്യത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല. അത് ഏത് മാധ്യമമായാലും പത്ര, ദൃശ്യ, സമൂഹ മാധ്യമങ്ങൾ അത് ഏത് മാർഗത്തിലാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കർശനമായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടി വരും എന്നുള്ളതാണ് കേന്ദ്ര പ്രക്ഷേപണ മന്ത്രാലയം പറയുന്നത്. അതുകൊണ്ട് എല്ലാ മാധ്യമങ്ങൾക്കും നൽകിയിരിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നൽകുന്ന വിവരങ്ങൾ അത് വളരെ കൃത്യമായിരിക്കണം, വസ്തുനിഷ്ഠമായിരിക്കണം. അത് സമൂഹത്തിൽ ഏതെങ്കിലും വിധത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതാകരുത്. അങ്ങനെ ഉണ്ടായാൽ കർശനമായിട്ടുള്ള നടപടി കൈക്കൊള്ളും എന്നുള്ളതാണ് കേന്ദ്ര പ്രക്ഷേപണ മന്ത്രാലയം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളുടെ കാര്യം എടുത്ത് പറയുന്നുണ്ട്. ചില സമൂഹ മാധ്യമങ്ങൾ പല മേഖലകളിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തെറ്റായിട്ടുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നു. അങ്ങനെയുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാക്കും. അത് ഒഴിവാക്കിയേ മതിയാകൂ. അതുകൊണ്ടാണ് ഈ ഇടപെടൽ എന്നാണ് ഈ മാർഗനിർദ്ദേശം വ്യക്തമാക്കുന്നത്. സമാനമായിട്ട് സുരക്ഷാ സംവിധാനങ്ങൾ അയോധ്യയെ സംബന്ധിച്ച് ഏറ്റവും ശക്തമാകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഉത്തർപ്രദേശ് പോലീസിന്റെ പ്രത്യേക വിഭാഗം അത് അയോധ്യ ക്ഷേത്രത്തിന്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നത് 23-ാം തീയതി മുതലാണ്. ആ വിഭാഗത്തിന് നിലവിൽ ഉള്ള താൽക്കാലിക ക്ഷേത്രത്തിന്റെ സംരക്ഷണം അത് CRPFന്റെ ചുമതലയിലാണ്. അവർ ആ കാര്യം കഴിഞ്ഞ 2.5 പതിറ്റാണ്ടിലധികമായിട്ട് സുത്യർഹമായിട്ട് നിർവഹിച്ച് വരികയുമാണ്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഇനി കേന്ദ്ര സേന ഇവിടെ തുടരേണ്ട
പോകേണ്ട സാഹചര്യം ഇല്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിന്റെ സംരക്ഷണം കേന്ദ്രസേനയുടെ പക്കലുണ്ടാകുന്നത് അത് ഉചിതമല്ല എന്നൊരു നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തർപ്രദേശ് സർക്കാർ ഒരു പ്രത്യേക സേനയെ ഇതിനുവേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. NSGയുടെ നേതൃത്വത്തിലാണ് അവർക്ക് പരിശീലനം നൽകിയിരിക്കുന്നത്. ആ സേന ഈ ക്ഷേത്രമടക്കമുള്ള മേഖലകളിൽ ഇതിനകം വിന്യസിക്കപ്പെട്ട് കഴിഞ്ഞു. അവർ ചുമതല ഏറ്റെടുക്കുന്നത് 23-ന് ആണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിയന്ത്രണങ്ങളുടെ ഭാഗമായി അവർ CRPF-നോടൊപ്പം പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ 3 ലെയർ പ്രൊട്ടക്ഷനാണ് അയോധ്യ നഗരത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആ 3 ലെയർ പ്രൊട്ടക്ഷനിൽ കേന്ദ്ര അർദ്ധ സൈനിക വിഭാഗങ്ങൾ, ഉത്തർപ്രദേശ് പോലീസ് എന്നിവർ തീർക്കുന്ന സുരക്ഷയാണ്. കമാൻഡോ സന്നാഹം അടക്കമുള്ളവയും ഇവിടെ സജ്ജമായിട്ടുണ്ട്. അങ്ങനെ ഉത്തർപ്രദേശിന്റെ മുക്കിലും മൂലയിലും പരിശോധനകൾ നടത്തുന്ന വിധത്തിലേക്കുള്ള ക്രമീകരണങ്ങളും സജ്ജീകരണങ്ങളുമാണ് ഒരുങ്ങിയിരിക്കുന്നത്. എല്ലാ ഹോട്ടലുകൾ അടക്കമുള്ള ഇടങ്ങളിലും പൊതുജനങ്ങൾ കൂടുന്ന ഇടങ്ങളിലും ഒക്കെ കൃത്യമായിട്ട് ഉള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. സംശയം തോന്നുന്ന എല്ലാവരോടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരശേഖരണം നടത്തുകയും അങ്ങനെയുള്ളവരെ ചോദ്യം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ട്. ഇന്നത്തോടുകൂടി കൂടുതൽ പേര് ഇവിടെ നിന്ന് പൊതുജനങ്ങളായിട്ടുള്ളവർ പൂർണ്ണമായിട്ട് മാറും എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിരീക്ഷണം. ഇതിന്റെ അടിസ്ഥാനത്തിൽ നാളെ മുതൽ പാസ് ഉള്ളവർക്ക് മാത്രമായിരിക്കും വിവിധ മേഖലകളിലേക്ക് സഞ്ചാരം അടക്കമുള്ളവ ഉണ്ടാവുക. പ്രത്യേകമായിട്ട് ഇവിടെ എത്തുന്ന അതിഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സെന്റർ അവരെ സ്വീകരിക്കാനും അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള പ്രത്യേകം സൗകര്യങ്ങളും ഇവിടെ സജീവമാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കനത്ത സുരക്ഷാ സംവിധാനങ്ങൾക്ക് നടുവിലാണ് ഇനി മണിക്കൂറുകൾ അഥവാ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അയോധ്യയെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് തയ്യാറെടുക്കുന്നത്. ക്രിസ്റ്റീന. ശരി, അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായിട്ടുള്ള അനുബന്ധ ചടങ്ങുകൾ, ഗർഭഗൃഹം വൃത്തിയാക്കുന്നതടക്കമുള്ള അനുബന്ധ ചടങ്ങുകൾ നടക്കുകയാണ്. കർശനമായ സുരക്ഷ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വസ്തുതാപരമല്ലാത്ത റിപ്പോർട്ടുകളൊന്നും പ്രസിദ്ധീകരിക്കരുതെന്ന് മാധ്യമങ്ങൾക്ക് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു എസ് വിജയകുമാറും ആർ രാധാകൃഷ്ണനും അയോധ്യയിൽ നിന്ന്. മറ്റു വാർത്തയിലേക്ക്. ജഡ്ജിമാരുടെ പേരിൽ കൈക്കൂലി വാങ്ങിയ കേസിൽ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂരിന് ആശ്വാസം. മൂവാറ്റുപുഴ വിജിലൻസ് കോടതി സൈബി ജോസിനെതിരായ കേസ് അവസാനിപ്പിച്ചു. ആരോപണത്തിൽ കഴമ്പില്ലെന്ന വാദം അംഗീകരിച്ചാണ് കോടതി നടപടി. വിശദാംശങ്ങളുമായി ശ്രീകാന്ത് ചേരുകയാണ്. ശ്രീകാന്ത്, ഈ കേസിൽ കോടതി നടപടികൾ അവസാനിപ്പിച്ചിരിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളിലൊന്നും കഴമ്പില്ല എന്നാണോ കോടതിയുടെ കണ്ടെത്തൽ? സൈബി ജോസ് കിടങ്ങൂരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ വിധിയാണ് ഇന്നിപ്പോൾ തീരുമാനമാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. സൈബി ജോസിനെതിരായ കേസ് നടപടികൾ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി അവസാനിപ്പിച്ചിരിക്കുന്നു. കോടതിക്ക് മുൻപാകെ എത്തിയ പോലീസിന്റെ റിപ്പോർട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് പരിശോധിച്ചാണ് ഇപ്പോൾ തീരുമാനമെടുത്തത്. എല്ലാ കേസ് നടപടികളും അവസാനിപ്പിച്ചു. ഈ പോലീസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചത് ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ കഴമ്പില്ല എന്നുള്ളതാണ്. അത് കോടതി അംഗീകരിച്ചു. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ആരോപണം തന്നെ ഉയർന്നത് എന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. അതും കോടതി അംഗീകരിക്കുകയുണ്ടായി. തുടർന്നാണ് ഈ കേസ് നടപടികൾ എല്ലാം തന്നെ അവസാനിപ്പിച്ചത്. സൈബിയെ സംബന്ധിച്ചിടത്തോളം ഈ ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് വലിയ ആശ്വാസം നൽകുന്ന തീരുമാനമാണ് ഉണ്ടായിട്ടുള്ളത്. ശരി, വിശദാംശങ്ങൾ നൽകിയത് ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന്. തൃശ്ശൂരിൽ നേതൃത്വത്തിന്റെ വിലക്കു മറികടന്നുള്ള ചുവരെഴുത്തുകൾക്കെതിരെ മുന്നറിയിപ്പുമായി പ്രതിപക്ഷ നേതാവ്. കർശന നടപടിയെടുക്കുമെന്നാണ് മുന്നറിയിപ്പ്. തൃശ്ശൂരിൽ BJPയും CPIMും തമ്മിൽ സെറ്റിൽമെന്റ് ആകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കോൺഗ്രസ് BJP സഖ്യമെന്ന് പറയുന്നവർ വിഡ്ഢികളാണെന്നും വി ഡി സതീശൻ പരിഹസിച്ചു. തൃശ്ശൂരിലെ സഖ്യം വളരെ ക്ലിയർ അല്ലേ? കരുവന്നൂർ ബാങ്കിലെ ED അന്വേഷിക്കുന്നു, മാസപ്പടി ED അന്വേഷിക്കുന്നു. അവസാനം അവിടെ CPMും BJPയും തമ്മിൽ സെറ്റിൽമെന്റ് ആവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ പോലെ കോൺഗ്രസ് BJPയും തമ്മിൽ പാർലമെന്റ് ഇലക്ഷനിൽ സെറ്റിൽമെന്റ് ഉണ്ടാവുമെന്ന് വല്ല വിഡ്ഢികൾ മാത്രമേ പറയുള്ളൂ. കാരണം കോൺഗ്രസിന്റെ ഓരോ സീറ്റും കുറയ്ക്കാൻ BJP ദേശീയ തലത്തിൽ ശ്രമിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂരജ് സജി ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. സൂരജ് സജി, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ചുവരെഴുത്ത് അത് TN പ്രതാപൻ MP തന്നെ വന്ന് 2 തവണ അത് മായ്പിച്ചിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു മുന്നറിയിപ്പ് പ്രതിപക്ഷ നേതാവ് നൽകിയിരിക്കുന്നു. മറ്റൊന്ന്, തൃശ്ശൂരിൽ BJP CPIM ഒരു സെറ്റിൽമെന്റ് രാഷ്ട്രീയം കളിക്കുന്നു എന്നുകൂടി അദ്ദേഹത്തിന്റെ ആരോപണമുണ്ടല്ലോ. ക്രിസ്റ്റിന, തീർച്ചയായും ഇന്ന് CPM ജില്ലാ സെക്രട്ടറിയുടെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ ദിവസം TN പ്രതാപൻ പറഞ്ഞ കാര്യങ്ങളെ തുടർന്നായിരുന്നു. അതായത് TN പ്രതാപൻ പറഞ്ഞത് തൃശ്ശൂരിൽ കോൺഗ്രസും BJPയും തമ്മിലാണ് മത്സരം എന്നുള്ളതായിരുന്നു TN പ്രതാപന്റെ പ്രസ്താവന. ഇതിനെതിരെയാണ് CPM ജില്ലാ സെക്രട്ടറി MM വർഗീസ് ഇന്ന് രംഗത്തെത്തിയത്. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിനെ BJPയെ പുകഴ്ത്താനുള്ള ഒരു ശ്രമമാണ് TN പ്രതാപൻ നടത്തുന്നത്. തൃശ്ശൂരിൽ കോലി സഖ്യമാണ് എന്നുള്ളതായിരുന്നു ഈ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി, CPMന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. ഇതിന് മറുപടിയായാണ് പ്രതിപക്ഷ
നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പറയുന്നത് തൃശ്ശൂരിൽ കോൺഗ്രസ് BJP സഖ്യം എന്ന് പറയുന്നവർ വിഡ്ഢികളായിരിക്കും. അതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ CPM-ഉം അതുപോലെ തന്നെ CPM-ഉം BJP-യും തമ്മിൽ സെറ്റിൽമെന്റ് ആകും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. അത്തരത്തിൽ CPM-ന്റെ ജില്ലാ സെക്രട്ടറി പറഞ്ഞതിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തും. മറുവശത്ത് കഴിഞ്ഞ ദിവസം എല്ലാം TN പ്രതാപൻ ഈ ചുവരെഴുത്തുകൾ ഉണ്ടായ സമയത്ത് ചുവരെഴുത്തുകൾ അരുത് എന്ന കർശന നിർദ്ദേശവുമായി രംഗത്തെത്തിയതാണ്. പക്ഷെ പല ഭാഗങ്ങളിലും തുടരെ TN പ്രതാപനായി ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ നേതാവ് കർശന നിർദ്ദേശവുമായി രംഗത്തെത്തുന്നത്. അതായത് ഇനി ചുവരെഴുതിയാൽ കർശന നടപടി എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് ചുവരെഴുതരുത്, അത് ചിഹ്നം പോലും അടയാളപ്പെടുത്തരുത്, അത്തരത്തിൽ ഒരു തരത്തിലുള്ള ഇടപെടലുകളും ചുവരെഴുത്തുകളുമായി മുന്നോട്ട് പോകരുത് എന്ന കർശന നിർദ്ദേശമാണ് ഈ ഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെക്കുന്നത്. ചുവരെഴുത്തുമായി മുന്നോട്ട് പോയാൽ ആ പ്രവർത്തകർക്കെതിരെ നടപടി ഉണ്ടാകും എന്നുകൂടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നു. ക്രിസ്റ്റീന. ശരി, തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് സൂരജ് സജിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഡിവൈഎഫ്ഐയുടെ മനുഷ്യച്ചങ്ങലയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഡിവൈഎഫ്ഐ നടത്തുന്ന സമരത്തിന് ആത്മാർത്ഥതയില്ല, മോദിയുടെ സ്നേഹച്ചങ്ങല പിടിച്ചവരാണ് ഇപ്പോൾ മനുഷ്യച്ചങ്ങല തീർക്കുന്നത് എന്നാണ് വിമർശനം. അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബം, അതായത് തൈക്കണ്ടി കുടുംബത്തിന് വേണ്ടിയാണെന്ന ആരോപണവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. മറ്റൊരു വാർത്ത, കൊല്ലം LDF ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്തു. ഈ പേജിലൂടെ ഇപ്പോൾ അശ്ലീല ചിത്രങ്ങളൊക്കെയാണ് പ്രചരിക്കുന്നതെന്നാണ് മറ്റ് വാർത്ത. അരുൺരാജാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങൾ വരും മണിക്കൂറുകളിൽ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ലൈവ് ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. അസമിൽ ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെ ആക്രമണം, കോൺഗ്രസിന്റെ വാഹനങ്ങൾക്ക് നേരെ കല്ലേറുണ്ടായി. ദൃശ്യങ്ങൾ കോൺഗ്രസ് നേതൃത്വം പുറത്തുവിട്ടു. ലഖിംപൂരിലാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ നേതൃത്വം പോലീസിൽ പരാതി നൽകി. ആക്രമണത്തിന് പിന്നിൽ യുവമോർച്ച പ്രവർത്തകരെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഭാരത് ജോഡോ ന്യായ് യാത്ര BJP-യെ ഭയപ്പെടുത്തിയെന്ന് കോൺഗ്രസ് നേതാവ് അജയ് മാക്കനും പറഞ്ഞു. വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുകയാണ്. ബൽറാം, ഈ വിഷയത്തിൽ അജയ് മാക്കൻ ചില വിമർശനങ്ങളുമായി വരുന്നു. ഇതിന് നിയമ നടപടികളുമായി മുന്നോട്ട് പോകും എന്ന് പറയുന്നു. അതുപോലെ തന്നെ അസം സർക്കാരിനെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുണ്ടല്ലോ. ക്രിസ്റ്റീന, ഈ ഭാരത് ജോഡോ ന്യായ് യാത്ര ഇപ്പോൾ അസമിലെ ലഖിംപൂരിൽ എത്തിയ ഘട്ടത്തിലാണ് യാത്രയിലെ പങ്കെടുക്കുന്ന വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായത്. ഇന്നലെ രാത്രിയാണ് ആദ്യ ആക്രമണം ഉണ്ടായത്. ഈ ഫ്ലെക്സ് ബോർഡുകളും ഒപ്പം തന്നെ കട്ടൗട്ടുകളുമായി പോകുന്ന വാഹനങ്ങളുടെ ചില്ലുകൾ അക്രമികൾ അടിച്ച് തകർത്തു. കല്ലേറും വാഹനങ്ങൾക്ക് നേരെ ഉണ്ടായി. ഇതുകൂടാതെ ഈ യാത്ര കടന്നു പോകുന്ന വഴികളിൽ സ്ഥാപിച്ചിരുന്ന ബോർഡുകളും വ്യാപകമായി നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആക്രമണത്തിന് പിന്നിൽ മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അജയ് മാക്കനും വാർത്താ സമ്മേളനം വിളിച്ച് ഇക്കാര്യം വിശദീകരിച്ചു. കോൺഗ്രസ് ഔദ്യോഗികമായി തന്നെ ഈ വിഷയത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ യാത്രയ്ക്ക് ഗുവാഹത്തി നഗരത്തിലൂടെ പ്രവേശനം അനുവദിക്കില്ല എന്ന പരാമർശത്തിനെതിരെയും കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നു. നേരത്തെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ യാത്ര നടത്തിയ അതേ റൂട്ടിലൂടെയാണ് കോൺഗ്രസും യാത്ര നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നും ഭയപ്പെടുത്തിയാൽ തങ്ങൾ പിന്മാറില്ല, യാത്രയുമായി മുന്നോട്ടു പോകും എന്നുമാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രിസ്റ്റീന. ശരി, വിശദാംശങ്ങൾ നൽകിയത് ബൽറാം നെടുങ്ങാടിയാണ്. കാസർഗോഡ് സ്കൂട്ടറിൽ മിനി ലോറി ഇടിച്ച് യുവാവിന് ദാരുണാന്ത്യം. ആദൂർ CA നഗർ സ്വദേശി റയീസ് അൻവറാണ് മരിച്ചത്. മുള്ളേരിയിലാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി അരുൺ പൂപ്പറമ്പയാണ് ചേരുന്നത് കാസർഗോഡ് നിന്ന്. അരുൺ, എപ്പോഴായിരുന്നു അപകടം? വിശദാംശങ്ങൾ. ക്രിസ്റ്റീന, കാസർഗോഡ് മുള്ളേരിയിൽ ഉച്ചക്ക് 12 മണിയോടെയാണ് ഈ അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ടുവന്ന മിനി ലോറി ഈ ആദൂർ സ്വദേശി റയീസ് അൻവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിലിടിച്ചാണ് ഈ അപകടമുണ്ടായത്. തൽക്ഷണം തന്നെ റയീസ് അൻവർ മരിച്ചു എന്നതാണ് നമുക്ക് അവിടുന്ന് ലഭ്യമാകുന്ന വിവരം. 18 വയസ്സാണ്. അവിടെ ഒരു പച്ചക്കറി കടയിലെ ജീവനക്കാരനാണ്. കടയിൽ ആവശ്യാർത്ഥം കുമ്പളയിലേക്ക് പോകുന്നതിനിടെയാണ് ഈ അപകടമുണ്ടായത്. പിന്നീട് ആശുപത്രിയിൽ എത്തിയാണ് മരണം സ്ഥിരീകരിച്ചത്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. ശരി, വിശദാംശങ്ങൾ നൽകിയത് അരുൺ പൂപ്പറമ്പയാണ് കാസർഗോഡ് നിന്ന്. ഖനന അഴിമതി കേസിൽ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറന്റെ ചോദ്യം ചെയ്യൽ അല്പസമയത്തിനകം. ED സംഘം ഹേമന്ത് സോറന്റെ വീട്ടിലെത്തി. പോലീസ് അകമ്പടിയോടെയാണ് ED സംഘം എത്തിയത്. വിവരങ്ങളുമായി വീണ്ടും ചേരുകയാണ് ബൽറാം നെടുങ്ങാടി. ബൽറാം, ED സംഘം ഇപ്പോൾ ഹേമന്ത് സോറന്റെ വീട്ടിലെത്തിയെന്ന് മനസ്സിലാക്കുന്നു. ചോദ്യം ചെയ്യൽ ആരംഭിച്ചോ? മറ്റു വിവരങ്ങൾ? ക്രിസ്റ്റീന, അല്പസമയത്തിനകം തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്നുള്ളതാണ്. ഇതിനു മുമ്പായുള്ള പ്രാഥമിക നടപടികൾ ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് ഉച്ചയോടെയാണ് ED സംഘം ഹേമന്ത് സോറന്റെ ഔദ്യോഗിക വസതിയിൽ എത്തിയത്.
നേരത്തെ ഇതേ കേസിൽ 7 തവണ ഇഡിക്ക് മുന്നിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട നോട്ടീസ് ഇഡി നൽകിയിരുന്നെങ്കിലും ഹേമന്ത് സോറൻ ഹാജരാകിയിരുന്നില്ല. തുടർന്ന് എന്നാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങിയേക്കുമെന്ന സൂചന ലഭിച്ച സാഹചര്യത്തിലാണ് 8ാം തവണ അയച്ച നോട്ടീസിന് താൻ ചോദ്യം ചെയ്യലിന് തയ്യാറാണെന്ന് ഹേമന്ത് സോറൻ മറുപടി നൽകിയത്. വസതിയിൽ തന്നെ എത്തി ചോദ്യം ചെയ്യാൻ ഇഡി സംഘം തീരുമാനിക്കുകയായിരുന്നു. ഒപ്പം തന്നെ ഈ ചോദ്യം ചെയ്യലിനോടനുബന്ധിച്ച് ഈ ഹേമന്ത് സോറന്റെ പാർട്ടിയായ JMM ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നുണ്ട്. ജനകീയ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന മുന്നറിയിപ്പ് ഇഡി പോലീസിന് നൽകുകയും അതുകൊണ്ട് തന്നെ സുരക്ഷ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ജാർഖണ്ഡിൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലും രാജ്ഭവനിലും ഒപ്പം തന്നെ മറ്റ് പ്രശ്ന സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ശക്തമായ പോലീസ് വിന്യാസം നടത്തിയിട്ടുണ്ട്. ഗോത്ര സംഘടനകൾ രാജ്ഭവന് മുന്നിൽ പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഗന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഹേമന്ത് സോറന്റെയുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രസ് സെക്രട്ടറി അടക്കമുള്ളവർക്ക് ഇഡി നോട്ടീസ് നൽകിയിരുന്നു. ഈ ഹേമന്ത് സോറനെ അറസ്റ്റിലേക്ക് നയിച്ചേക്കും എന്ന സാധ്യത, അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. കൂടാതെ ഹേമന്ത് സോറൻ ഇതിനെ നേരിടാൻ തന്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയേക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായുള്ള റിപ്പോർട്ടുകളും നിലനിൽക്കുന്നുണ്ട്. ഇന്ന് നടക്കുന്ന ചോദ്യം ചെയ്യൽ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമോ എന്ന കാര്യത്തിൽ ഏറെ നിർണായകമാകും. ക്രിസ്റ്റീന. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കൊല്ലം LDF ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് ഹാക്ക് ചെയ്തു. അശ്ലീല ദൃശ്യങ്ങൾ ഹാക്കേഴ്സ് പേജിൽ അപ്ലോഡ് ചെയ്തു. വിവരങ്ങളുമായി അരുൺരാജ് ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. അരുൺ, എപ്പോഴായിരുന്നു ഈ ഒരു സംഭവം? ഇപ്പോൾ മറ്റു ചില അശ്ലീല ദൃശ്യങ്ങളൊക്കെയാണല്ലോ പേജിലൂടെ പ്രചരിക്കുന്നത്. ഇതിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താനായിട്ടുണ്ടോ? ക്രിസ്റ്റിന, ഏതാനും മണിക്കൂറുകൾ മാത്രമേ ആയിട്ടുള്ളൂ. കൊല്ലം LDFന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലാണ് ഇപ്പോൾ അശ്ലീല ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹാക്കേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ നൽകിയിരുന്നു. ഈ പേജ് ഹാക്ക് ചെയ്യുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഈ പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ LDFന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് ഇതുവരെ തിരിച്ചെടുക്കാൻ ഈ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. ഇത് സംബന്ധിച്ച പരാതി അടക്കമുള്ളവ നൽകാനാണ് നിലവിൽ നേതൃത്വം എടുത്തിരിക്കുന്ന നിലപാട്. കാരണം ഔദ്യോഗിക ഫേസ്ബുക്ക് പേജാണ്, പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളും അടക്കം ഈ പേജ് വഴിയാണ് സ്വാഭാവികമായും ജനങ്ങളിലേക്ക് എത്തുന്നത്. ആ പേജിലാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ചധികം മണിക്കൂറുകളായി അശ്ലീല ദൃശ്യങ്ങൾ വ്യാപകമായ രീതിയിൽ പ്രചരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഹാക്കേഴ്സ് ഇത് അപ്ലോഡ് ചെയ്യുന്നു തുടർച്ചയായി എന്നുള്ളതാണ് ഏറ്റവും നമുക്ക് ആ പേജിൽ സന്ദർശിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും സംഭവത്തിൽ പരാതി നൽകി ഇതിൽ കൂടുതൽ നടപടി വേണമെന്ന ആവശ്യമാണ് LDF നേതൃത്വത്തിനുമുള്ളത്. ശരി, വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അരുൺരാജ് കൊല്ലത്തു നിന്ന്. മലപ്പുറത്ത് മൊബൈൽ കടയിൽ വൻ കവർച്ച. 4 ലക്ഷത്തോളം വില വരുന്ന മൊബൈലുകൾ കവർന്നു. കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിന് സമീപത്തെ കടയിലാണ് മോഷണം നടന്നത്. 2 പേർ പിടിയിലായി. വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുകയാണ് മലപ്പുറത്ത് നിന്ന്. സമീർ, ഈ മോഷ്ടാക്കള എന്ന് സംശയിക്കുന്നവരാണോ അതോ മോഷ്ടിച്ചവരാണോ 2 പേർ പിടിയിലായത്? ഇവരിൽ നിന്ന് ഈ മൊബൈൽ ഫോണുകൾ കണ്ടെടുക്കാനായിട്ടുണ്ടോ? ക്രിസ്റ്റീന, നേരത്തെ മോഷണം നടത്തിയ കേസിലാണ് ഇപ്പോൾ 2 പേർ പിടിയിലായിരിക്കുന്നത്. 2023 നവംബർ 29-നായിരുന്നു കൊണ്ടോട്ടിയിലുള്ള ബസ് സ്റ്റാൻഡിനകത്തുള്ള ഒരു മൊബൈൽ ഷോപ്പിൽ നിന്ന് രാത്രിയിൽ 4 ലക്ഷത്തോളം രൂപ വരുന്ന മൊബൈൽ ഫോണുകൾ 2 പേർ കവർന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടോട്ടി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കർണാടക സ്വദേശികളായിട്ടുള്ള ഹരിഷ, ഒപ്പം തന്നെ കൈക്കേക്കരി ഗാന്ധിനഗർ സ്വദേശി മോഹൻകുമാർ എന്നീ 2 പേർ കൊണ്ടോട്ടി പോലീസിന്റെ പിടിയിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇവർ കർണാടക ആന്ധ്ര അതിർത്തിയിൽ നിന്നാണ് പോലീസ് ഇന്നലെയോട് കൂടി പിടികൂടി ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ മോഹൻകുമാർ എന്ന് പറയുന്നയാൾ ഈ കർണാടക പോലീസിലെ ഹോം ഗാർഡിൽ ഉൾപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഇവർ 2 പേരും പ്രതികളായിട്ടുള്ളവർ ഒളിവിൽ കഴിഞ്ഞത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. ഈ വലിയ വിലയുള്ള മൊബൈൽ ഫോണുകൾ കുറഞ്ഞ വിലയ്ക്ക് കർണാടകത്തിൽ വിൽപ്പന നടത്തി ആ പണം ഉപയോഗിച്ച് ജീവിക്കുകയായിരുന്നു ഇവർ ചെയ്തത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. അതോടൊപ്പം തന്നെ പിടിയിലായ ഹരിഷ എന്ന് പറയുന്നയാൾ 2021-ലാണ് കേരളത്തിലേക്ക് ഭിക്ഷാടനത്തിനായി ആദ്യം എത്തുന്നത്. തുടർന്ന് വിവിധയിടങ്ങളിൽ ഇയാൾ മോഷണം നടത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇയാൾക്കെതിരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ, മാവൂർ, കുന്നമംഗലം, കൽപ്പറ്റ, മാനന്തവാടി തുടങ്ങി 10ഓളം പോലീസ് സ്റ്റേഷനുകളിലെ 10ഓളം കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ക്രിസ്റ്റീന.
ശരി, സമീർ ബിൻ കരീമാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന 2 വാർത്തകൾ കൂടിയുണ്ട്. മാത്യു കുഴൽനാടന്റെ ചോദ്യം ചെയ്യൽ വിജിലൻസ് പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ റവന്യൂ വകുപ്പിന് വിജിലൻസ് ഒരു ശുപാർശ നൽകും എന്നറിയുന്നു. 2018 മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട സ്ഥലമാണ് മാത്യു കുഴൽനാടന്റെ റിസോർട്ട് ഇരിക്കുന്ന സ്ഥലം. 50 സെന്റ് സ്ഥലം സർക്കാർ വകയാണ്. ഈ 50 സെന്റ് സ്ഥലം തിരിച്ചുപിടിക്കാനായി റവന്യൂ വകുപ്പിന് വിജിലൻസ് ശുപാർശ നൽകും എന്ന വാർത്ത വരുന്നുണ്ട്. തൃശ്ശൂരിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. അതായത് മൃഗഡോക്ടർമാർ, ചേലക്കര മണ്ഡലത്തിലെ മൃഗഡോക്ടർമാർ കൂട്ട എടുത്തു. ഇവർ വിനോദയാത്രയ്ക്ക് അവധിയെടുത്ത് പോകുന്നു എന്ന വാർത്തയാണ് വന്നത്. പല പല ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർമാർ കൂട്ട അവധിയെടുത്തത്. പക്ഷേ ഇവർ വിനോദയാത്രയ്ക്ക് പോയി എന്നാണ് ആക്ഷേപം. മേലുദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ കൂട്ട അവധിയെടുക്കരുതെന്ന്. ആ നിർദ്ദേശം ലംഘിച്ചാണ് മൃഗഡോക്ടർമാരുടെ കൂട്ടയാത്ര.